DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി മാസം അവസാനിക്കുവാൻ 2 ദിവസം മാത്രം ബാക്കിയിരിക്കെ സുപ്രധാനമായ ചില അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടവരുടെ സമരങ്ങളെല്ലാം ഒത്തുതീർന്നതിന്റെ ആശ്വാസത്തിലാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ. ജനുവരി മാസം അവസാനിക്കുവാൻ 2 ദിവസം കൂടിയുള്ളപ്പോൾ 63% കാർഡുടമകൾക്കാണ് റേഷൻ വിതരണം ചെയ്തത്. സാധാരണ 82%-ലധികം പേർക്ക് ഓരോ മാസവും റേഷൻ വിതരണം ചെയ്യുവാറുണ്ട്. റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല റേഷൻ കടയടപ്പ് സമരം തിങ്കളാഴ്ച തന്നെ പിൻവലിച്ചെങ്കിലും റേഷൻ വിതരണ പ്രതിസന്ധി ഇപ്പോഴും തീർന്നിട്ടില്ല. റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്ന വാതിൽപ്പടി വിതരണക്കാർ കഴിഞ്ഞ കുറച്ചു നാളുകളായി സമരത്തിലായിരുന്നതിനാൽ ജനുവരി മാസത്തെ റേഷൻ വിഹിതം പല കടകളിലും ഇതുവരെ നടന്നിട്ടില്ല. വിതരണക്കാർ സമരം അവസാനിപ്പിച്ചതിനു പിന്നാലെ വിതരണക്കാർ സമരം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇരുകൂട്ടരും സമരം അവസാനിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ റേഷൻ കടകൾ വഴിയുള്ള ഭക്ഷ്യധാന്യ വിതരണം മിക്കയിടത്തും പുനരാരംഭിച്ചിട്ടുണ്ട്. ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്കുള്ള വിതരണം ആരംഭിച്ചുവെങ്കിലും എല്ലാ കടകളിലും സാധനങ്ങൾ എത്തി വിതരണം പൂർണ്ണതോതിലാകുവാൻ ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്ന് കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ ഒരുപാട് പേരുടെ റേഷൻ വിഹിതം നഷ്ടമാകാതിരിക്കുവാൻ ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരിയിലെ ആദ്യ ദിവസങ്ങളിൽ കൂടി തുടരുവാനുള്ള സാധ്യതയുണ്ട്. മുൻപും ഇത്തരത്തിൽ ഏതെങ്കിലും മാസത്തെ റേഷൻ വിതരണത്തിൽ പ്രതിസന്ധിയുണ്ടായി കൂടുതൽ കാർഡുടമകൾക്ക് റേഷൻ ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ അടുത്ത മാസത്തെ ഏതാനും ദിവസങ്ങളിലേക്ക് കൂടി റേഷൻ വിതരണം നീട്ടാറുണ്ട്. അതിനുശേഷമായിരിക്കും ആ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. മറ്റൊരറിയിപ്പ് നീലവെള്ള റേഷൻ കാർഡുകാരെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇനി എല്ലാ മാസവും നീലവെള്ള റേഷൻ കാർഡുകാർ റേഷൻ കടകളിലെത്തി റേഷൻ വാങ്ങുമ്പോൾ അവരിൽ നിന്നും സെസ് കൂടി വാങ്ങുന്നതാണ്. റേഷൻ കട വ്യാപാരികളുടെ ക്ഷേമനിധി ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണിത്. 60 വയസ്സ് കഴിഞ്ഞ വ്യാപാരികൾക്ക് 1500 രൂപ പെൻഷനും ഒറ്റത്തവണയായി 25,000 രൂപ വരെ ചികിത്സാ സഹായവുമൊക്കെ ക്ഷേമനിധി ബോർഡ് വഴി നൽകുന്നുണ്ട്. സർക്കാർ ധനസഹായമൊന്നും നൽകുന്നില്ലെങ്കിലും വ്യാപാരികളിൽ നിന്ന് 200 രൂപ വീതം അംശാദായവും ക്ഷേമനിധി ബോർഡിലേക്ക് ഈടാക്കുന്നുണ്ട്. എന്നാൽ ഈ തുക കൊണ്ട് പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ളവ നടക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ നീലവെള്ള റേഷൻ കാർഡുകളിൽ നിന്ന് സെസ് ഈടാക്കുവാൻ തീരുമാനമായത്. ഓരോ മാസവും 1 രൂപ വെച്ചായിരിക്കും നീലവെള്ള കാർഡിന് സെസ് ഈടാക്കുക. ഓരോ മാസവും 50 ലക്ഷത്തോളം നീലവെള്ള കാർഡുകാർ റേഷൻ വാങ്ങുകയാണെങ്കിൽ 50 ലക്ഷം രൂപ ക്ഷേമനിധിയിലേക്ക് ഓരോ മാസവും ലഭിക്കും. വ്യാപാരികളുടെ സമരം തീർക്കുവാൻ ഭക്ഷ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഈ സെസിന്റെ കാര്യവും ധാരണയായി. ഇതിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് അടുത്തുതന്നെ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്നതാണ്. മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നതാണ്. കേരളത്തിൽ ഭാരതരിയുടെ 2ാം ഘട്ട വിൽപ്പന ഉടനെ ആരംഭിക്കുവാൻ പോവുകയാണ്. 10 കിലോയുടെ പാക്കറ്റായിട്ടാണ് ഭാരതരിയുടെ വിൽപ്പന ഉണ്ടാവുക. 1 കിലോയ്ക്ക് 34 രൂപയായിരിക്കും അരിയുടെ വില. 1ാം ഘട്ടത്തിൽ 29 രൂപയ്ക്കായിരുന്നു വിൽപ്പന. ചെറുവാഹനങ്ങളിൽ പട്ടണങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളിൽ നേരിട്ടായിരിക്കും വിൽപ്പന ഉണ്ടാവുക. 340 രൂപ നൽകി 10 കിലോയുടെ അരി പാക്കറ്റ് വാങ്ങുന്നതിന് റേഷൻ കാർഡ് കാണിക്കേണ്ടതില്ലെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. ഒരാൾക്ക് ഒരു സമയം പരമാവധി 20 കിലോ വരെയാണ് ഭാരതരി ലഭിക്കുക. ഭാരതാട്ട, കടല, കടലപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, ചുവന്ന പരിപ്പ് എന്നിവയും വൈകാതെ വിൽപ്പനയ്ക്കെത്തും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുക എന്നതുകൂടി പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ വീണ്ടും ഭാരതരി ഉൾപ്പെടെയുള്ളവയുടെ വിതരണം ആരംഭിക്കുന്നത്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.